ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് പിൽഗ്രിമിൻ്റെ ഗ്ലോ മോയ്സ്ചറൈസറാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തപ്പം എനിക്ക് ഹോണസ്റ്റ്ലി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഫീൽ ചെയ്തത്, ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ള പോലെ തന്നെ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്കിൻ കെയറിൽ. അതായത് ഡേ ടൈമിൽ ഇമ്പോർട്ടൻസ് ആണ്, അതോടൊപ്പം തന്നെ ആ ഒരു സെയിം ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ നൈറ്റ് ടൈമിലും മോയ്സ്ചറൈസറിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഔട്ടർ പാക്കേജിംഗ് ഒക്കെ കാണാം. അപ്പോൾ ഇതേപോലത്തെ ഒരു പാക്കേജിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് നിയാസിനമൈഡ്, സ്ക്വാലൈൻ, അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. ശരിക്കും ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ പേര് പോലെ തന്നെ ഇതിൽ തന്നെ ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ളത് ഗ്ലോ മോയ്സ്ചറൈസറാണ്. ആ ഒരു ഗ്ലോ തന്നെ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ബ്രൈറ്റ്നസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ്. അതോടൊപ്പം തന്നെ ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ്, അങ്ങനത്തെ അപ്പിയറൻസ് ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസേഷനും ആ ഒരു ബ്രൈറ്റനിങ്ങും ഒക്കെ നമുക്ക് ഒരേപോലെ തരുന്നുണ്ട്. ആ ഒരു മോയ്സ്ചറൈസേഷൻ ഒക്കെ കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള സ്ക്വാലൈൻ ആണ്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ വേറെ എന്തൊക്കെയാണ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നുണ്ട്. ഒട്ടും തന്നെ ഗ്രീസി അല്ലെങ്കിൽ സ്റ്റിക്കി ഫീലൊന്നുമില്ല ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അത്യാവശ്യം ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതേപോലെ പ്രൊട്ടക്റ്റീവ് കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം നിങ്ങളെ ആ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കണ്ടോ, ഒരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നന്നായിട്ട് നമുക്ക് സ്കിന്നിൽ അബ്സോർവ് ആവുന്ന നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഫാസ്റ്റായിട്ട് തന്നെ ക്വിക്ക് അബ്സോർബിങ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. ഒട്ടും തന്നെ സ്റ്റിക്കി ഓർ ഗ്രീസി ഫീൽ ഒന്നും തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ല. പിന്നെ നമ്മുടെ സ്കിന്നിന് ആ ഒരു സ്കിൻ ടോണൊക്കെ അത്യാവശ്യം അണീവൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കുറേ ബെനിഫിറ്റൊക്കെ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് ഉണ്ട്. ആ ഒരു ഹൈഡ്രേഷനൊക്കെ കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഗ്ലോ മാത്രമല്ല നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത് യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന് കാരണം നിയാസിനമൈഡ് ആണ്. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നീഡഡ് ക്വാണ്ടിറ്റി നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ ഫേസ് നല്ലോണം ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ സ്കിൻ കെയർ റുട്ടീനിൽ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. സെറവും മോയ്സ്ചറൈസറും അതേപോലെ തന്നെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലൊരു ഡിഫറൻസ് എനിക്ക് തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ എത്ര മേക്കപ്പ് ചെയ്ത് എത്രയൊക്കെ ഇലൂമിനേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്താലും പ്രോപ്പർ വേയിൽ സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ ഒരു ബെനഫിറ്റും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവില്ല. ആ ഒരു ചെയ്യാത്തതിൻ്റെ ആ ഒരു പാർശ്വഫലം നമുക്ക് അറിയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ നമ്മൾ മാക്സിമം അത്യാവശ്യം വേണ്ട രീതിക്ക് വെള്ളം കുടിച്ച് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തല്ലോ, എനിക്കതൊന്നും വേണ്ട, ഡീഹൈഡ്രേറ്റഡ് ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മൾ കെയർ ചെയ്യാതെ പോകരുത് നമ്മുടെ ബോഡി. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്തപ്പം ശരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു സ്മൂത്ത്, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് അബ്സോർവ് ആവുന്നതായിട്ട്, പിന്നെ ഒട്ടും തന്നെ സ്റ്റിക്കി അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഇല്ല. പിന്നെ പ്രോപ്പർ വേയിൽ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ശരിക്കും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും യോജിച്ച് പോകുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. പിന്നെ ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യും.
അറ്റ് ദ സെയിം ടൈം ഹൈഡ്രേറ്റ് ചെയ്യും, നല്ലൊരു സ്മൂത്ത്നെസ് പ്രൊവൈഡ് ചെയ്യും, ആൻഡ് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഗ്ലോ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് കേട്ടോ, അതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 550 രൂപയാണ്. ഇപ്പം നമുക്ക് പർപ്പിളിലും നൈക്കയിലും അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 550 രൂപ കൊടുത്ത് വാങ്ങണം എന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും നല്ലൊരു SPF 50 ഒക്കെ ഉള്ള ബോഡ് സ്പെക്ട്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനും കൂടെ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഡേ ടൈമിൽ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. പിന്നെ ഇതിൽ ml വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് 50 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഔട്ടർ പാക്കേജിങ് കേട്ടോ. പ്രൊഡക്റ്റ് നല്ല ടൈറ്റനായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഈസി ടു ഓപ്പൺ. പിന്നെ ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ഒക്കെ ഉണ്ട്. ഇതേപോലെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ട്രാവൽ ഫ്രണ്ട്ലി ആണോ നോക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അത്യാവശ്യം ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഔട്ടർ പാക്കേജ് വന്നിട്ടുള്ളത് ഇതേപോലത്തെ കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കേജിങ് ആണ്. പിന്നെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൻ്റെ ഔട്ടർ പാക്കേജിലും കൊടുത്തിട്ടുള്ളത്. അതായത് FDA അപ്രൂവൽ എന്നുള്ള കാര്യങ്ങളും പിന്നെ പാരബൻസോ അല്ലെങ്കിൽ സൾഫേറ്റ്സോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യമൊന്നും ഓർത്ത് പേടിക്കണേ. ക്ലിനിക്കലി പ്രൂവൻ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സോ സേഫ്റ്റി യൂസ് ആണ്. പിന്നെ 100% വേഗൻ ആണ് ആൻഡ് ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ കോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളി, പിന്നെ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. അതോടൊപ്പം തന്നെ നമ്മൾ ഷെൽഫിൽ നന്നായിട്ട് കീപ്പ് ചെയ്യുക. അതായത് സൺലൈറ്റ് ഡയറക്റ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും കൊണ്ടുവെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ ആ ഒരു രീതിക്ക് വേണം നമ്മൾ കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്നുണ്ടോ. ബിക്കോസ് ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരെന്ന് വെച്ചാൽ അത്രയും നമ്മൾ കെയർ കൊടുക്കണം. അവർക്ക് ചില ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചില പ്രൊഡക്ട്സ് മറ്റുള്ള സ്കിൻ ടൈപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പം ചേരാതെ വരും. അതുകൊണ്ടിട്ടാണ് പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് ദയവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകരുത്. ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് മേ ബി ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു റെഡ്നെസ്, ആക്നീസോ പിമ്പിൾസോ എന്തെങ്കിലും ഇച്ചിങ് പോലത്തെ ഒക്കെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു ഗ്ലോ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയാൻ. ഇത് ബോത്ത് എനിക്ക് തോന്നുന്നു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ നല്ലൊരു ബ്രാൻഡാണ് പിൽഗ്രിം. അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് ഈ ഒരു ഗ്ലോ മോയ്സ്ചറൈസർ. എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ എടുക്കുന്നത് തന്നെ. അമേസിങ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ശരിക്കും എൻ്റെ സ്കിന്ന് സോഫ്റ്റ് ആൻഡ് പ്ലം ആക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഒരു 24 to 26 വരെയൊക്കെയാണ് ഷെൽഫ് ലൈഫ്. പിന്നെ സ്പാനിഷ് സ്ക്വാലൈൻ ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ സ്ക്വാലൈനിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നല്ല ഹൈഡ്രേഷൻ തരും. പിന്നെ വൈറ്റമിൻ സി ആൻഡ് നിയാസിനമൈഡ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നൽകുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു സ്ക്വാലൈൻ, വൈറ്റമിൻ സി, നിയാസിനമൈഡ് ഒക്കെ. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അഫോർഡബിൾ പ്രൈസ് ആണ്. അതായത് ഗ്ലോ മോയ്സ്ചറൈസർ എന്നുള്ള ആ ഒരു പേര് പോലെ തന്നെ നമുക്ക് ശരിക്കും ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഫ്രാഗ്രൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മീൻസ് നമുക്കൊരു ലൈറ്റായിട്ട് ഇഷ്ടപ്പെടുന്ന, അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സ്മെൽ ഉണ്ടെങ്കിലുള്ള ആ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ നമുക്ക് കിട്ടാൻ തന്നെ ഇല്ലെന്ന് പറയാം വേറെ. അപ്പോൾ ശരിക്കും അമേസിങ് പ്രൊഡക്റ്റാണ്. നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ സ്കിൻ കെയറിൽ നമ്മൾ മസ്റ്റായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, അതിനുശേഷം സെറം യൂസ് ചെയ്യുക, അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നല്ലൊരു SPF 50 ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്താൽ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നൈറ്റിന് നമുക്ക് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. സൺസ്ക്രീന് പകരം മേ ബി ചിലപ്പോൾ നൈറ്റ് ക്രീം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ കൊണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയുള്ള ഡിഫറൻസ്. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും
സെറ്റാ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.